നമസ്കാരം. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രസ്താവന നടത്തി. ഒന്നാമത്തെ വിഷയം, അങ്ങനത്തെ പ്രസ്താവന അപ്പം നടത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹം അത്യാവശ്യം ഒരു കോർ കമ്മിറ്റിയിലൊക്കെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ എന്തോ ആരുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ടായിരിക്കും എന്തായാലും പ്രസ്താവന നടത്തി. മത്സരിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കും എന്ന് പറയാതെ ശരി മത്സരിക്കും, ശരി ഞാനും മത്സരിക്കും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് ചോദിക്കുകയാണ് പത്രക്കാരോട്, അറിയണോ ഞാൻ എവിടെ മണ്ഡലം അറിയണോ? ആവേശപ്പെട്ട്, അത്ര ഒരു ആവേശം ആവശ്യമില്ലായിരുന്നു, പക്ഷെ ആവേശപ്പെട്ട് പറഞ്ഞ നേമത്താണെന്ന് പറഞ്ഞു. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നേമത്താണ്, വി മുരളീധരൻ കഴക്കൂട്ടത്തായിരിക്കും, വി രാജേഷ് വട്ടിയൂർക്കാവിലാകാം, അല്ലെങ്കിൽ കൃഷ്ണകുമാർ ആകാം, കൃഷ്ണകുമാർ ചിലപ്പോൾ തിരുവനന്തപുരം സെൻട്രലാകാം, അല്ലെങ്കിൽ ശ്രീലേഖ IPS ആകാം തിരുവനന്തപുരം സെൻട്രൽ, സുരേഷ് പിന്നെ സുരേഷ് ഉണ്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആകാം, കാട്ടാക്കട PK കൃഷ്ണദാസ് ആകാം, ആറ്റിങ്ങലിൽ ചിലപ്പോൾ വന്ന് പിന്നെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ ആറ്റിങ്ങലിൽ സംവരണ മണ്ഡലമായി ബന്ധപ്പെടും, അപ്പം അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതേസമയം ശോഭാ സുരേന്ദ്രൻ കുഴൽമന്ദത്തോ അല്ലെങ്കിൽ പാലക്കാടോ ഇങ്ങനെ ഒരു വലിയ, പിന്നെ MD രമേശ് കോഴിക്കോട് അല്ലെങ്കിൽ പ്രകാശ് ബാബു കോഴിക്കോട്, ഇങ്ങനെ വരുന്നുണ്ട് കാര്യങ്ങൾ. എൻ രാധാകൃഷ്ണൻ കോഴിക്കോട്, പിന്നെ കൊച്ചിയിൽ, ഇങ്ങനെ ഒരുപാട് പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുമ്മനം രാജശേഖരൻ ആറന്മുള. പക്ഷെ ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം കുമ്മനം രാജശേഖരൻ എന്തുകൊണ്ട് തോറ്റു? ഇലക്ഷൻ്റെ 4 ദിവസം ഉള്ളപ്പോൾ കയറി നിന്നിട്ട് രാജഗോപാൽ സാറൊക്കെ വളരെ സീനിയർ നേതാവാണ് കേട്ടോ, നമ്മളൊന്നും പറയാൻ പാടില്ല, വളരെ സീനിയർ നേതാവാണ്, കേന്ദ്രമന്ത്രിയാണ്, വളരെ സീനിയർ നേതാവാണ്. പക്ഷേ രാജഗോപാൽ സാറിൻ്റെ ഒരു അപക്വമായ പ്രസ്താവന അപ്പോൾ വന്നിരുന്നു. അവിടെ BJP മണ്ഡലമൊന്നുമല്ല, എനിക്ക് വ്യക്തിപരമായി കിട്ടിയ വോട്ടാണെന്നൊക്കെ പറഞ്ഞു. അത് വലിയ ആശയക്കുഴപ്പം BJPക്കാരുടെ ഇടയിലും സംഘപരിവാറിൻ്റെ ഇടയിലും ഉണ്ടാക്കി. അതുപോലെ തന്നെ കുമ്മനം രാജശേഖരൻ തോറ്റതാണോ തോൽപ്പിച്ചതാണോ ഇതുവരെ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ല കേട്ടോ. അത് അറിയേണ്ട ഒരു വിഷയമാണ്. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന വ്യക്തിത്വം അവിടെ തോറ്റതാണോ തോൽപ്പിച്ചതാണോ? വളരെ കൃത്യമായുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയം BJPക്കകത്ത് ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ചാൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി സംഘപരിവാറിൻ്റെ BJPയുടെ സപ്പോർട്ട് കിട്ടുമോ? അതോ ഇവർ ഗ്രൂപ്പ് കളിയും ബഹളമൊക്കെ ഉണ്ടാക്കിയാലും അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നെ നമ്മുടെ ഡോക്ടർ ശശി തരൂരിനെ ഞെട്ടിപ്പിച്ചു. അവസാന ലാപ്പിലാണ് അദ്ദേഹം ശശി തരൂർ ജയിച്ചത്. പക്ഷെ അപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, തിരുവനന്തപുരത്ത് ഹിന്ദുക്കൾക്ക് വലിയ മെജോറിറ്റി ഉണ്ടായിരുന്ന, BJPക്ക് വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന ഹിന്ദുക്കളുടെ മുന്നോക്ക സമുദായങ്ങളിലെ ആളുകൾ ഉണ്ടായിരുന്ന വട്ടിയൂർക്കാവിലെ ചില പ്രദേശങ്ങൾ, ഞാൻ പ്രദേശമൊന്നും പറയുന്നില്ല, അത്ര സ്പെസിഫിക് ആവുന്നില്ല, തിരുവനന്തപുരം സെൻട്രലിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നേമത്തെ വളരെ പ്രധാനപ്പെട്ട പല ബൂത്തുകളും, അവിടെ BJPക്കാണ് നല്ല സീറ്റ് ഉണ്ടായിരുന്നത്, BJPക്കാണ് വോട്ടുകൾ കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞു. അതൊരു സൂചനയായി രാജീവ് ചന്ദ്രശേഖർ എടുക്കണം. താങ്കൾ മത്സരിക്കുകയാണെങ്കിൽ ഇത് കൂടി കണ്ടുകൊള്ളണം. സ്നേഹിച്ച് കൂടെ നിന്നതിന് ശേഷം എന്തെങ്കിലുമൊക്കെ വന്നാൽ ഇതിൽ രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് വലിയ സാധ്യതയാണുള്ളത്. നമ്മൾ വിചാരിക്കുന്നൊരു സമവാക്യമല്ല ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. വെട്ടാൻ പറഞ്ഞാൽ പിന്നെ മോളിൽ നിന്ന് മോലാളി വെട്ടാൻ താഴേക്ക് പറഞ്ഞാൽ അണികൾ കൃത്യമായി താഴോട്ടുള്ള നേതാക്കന്മാർ അത് വെട്ടിയിരിക്കും. അതാണ് ഇതിൻ്റെ കണക്ക്. ഒന്നുകിൽ വോട്ട് ചെയ്യാൻ പോവില്ല, അല്ലെങ്കിൽ എതിരാളിക്ക് കൊണ്ട് വോട്ട് കൊടുക്കും. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്തിരിക്കും. ഇപ്പോൾ പണ്ട് കാലത്തെ പോലെയല്ല. ഇപ്പോൾ പണ്ടാണെങ്കിൽ CPMകാർ ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല, BJPക്കാർ CPMന് വോട്ട് ചെയ്യില്ല, CPMകാർ കോൺഗ്രസ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആരും ആർക്ക് വോട്ട് ചെയ്യും. അവർ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ മറയോ ഒന്നുമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് ഒരു ഉളുപ്പോ ആർക്കും ഇല്ല. ആര് വേണോ വോട്ട് ചെയ്യും. അതുകൊണ്ട് സംഘടിതമായി രാജീവ് ചന്ദ്രശേഖറെ തോറ്റു പോകാതിരിക്കാൻ, തോൽപ്പിക്കാതിരിക്കാൻ അങ്ങ് ശ്രമിക്കുക. അങ്ങ് തീർച്ചയായിട്ടും മത്സരിക്കുക എന്നാണെങ്കിൽ മത്സരം നടക്കട്ടെ. പക്ഷെ അപ്പോഴും ഇതൊന്ന് മനസ്സിലിരുന്നോട്ടെ. അങ്ങേക്കും അങ്ങ് ജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും, തോൽപ്പിക്കണമെന്നുള്ളവർ ഇത് കേൾക്കണമെന്നില്ല.